നമസ്കാരം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 മത്സര ടെസ്റ്റ് പരമ്പര നിലവിൽ 1-1 എന്ന നിലയിലാണ്. പെർത്തിൽ നടന്ന ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ 295 റൺസിന്റെ തകർപ്പൻ ജയം നേടിയപ്പോൾ അഡ്ലൈഡിൽ നടന്ന പിങ്ക് ബോൾ ടെസ്റ്റിൽ 10 വിക്കറ്റിന് ജയിച്ച ഓസ്ട്രേലിയ പരമ്പരയിൽ മികച്ചൊരു തിരിച്ചുവരവാണ് നടത്തിയത്. രണ്ടാം ടെസ്റ്റിൽ ദയനീയ പ്രകടനമായിരുന്നു ടീം ഇന്ത്യയുടേത്. പ്രത്യേകിച്ച് ബാറ്റർമാർ 2 ഇന്നിംഗ്സിലും വൻ പരാജയമായി. പുതുമുഖ താരം നിതീഷ് റെഡ്ഡി മാത്രമാണ് 2 ഇന്നിംഗ്സുകളിലും പൊരുതി നിന്ന ബാറ്റർ. ഓസ്ട്രേലിയൻ ബോളർമാർക്കെതിരെ പേടിച്ച് ബാറ്റ് ചെയ്ത ഇന്ത്യൻ താരങ്ങൾ ചോദിച്ചു വാങ്ങിയ പരാജയം കൂടിയാണ് ഇത്. അതേസമയം ഓസീസ് നിരയിലാകട്ടെ ട്രാവിസ് ഹെഡ ഇന്ത്യൻ ബോളർമാർക്കെതിരെ കടന്നാക്രമണം നടത്തി കളി തട്ടിയെടുക്കുകയായിരുന്നു. ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ പ്രകടനം സമീപകാലത്ത് അത്ര സ്ഥിരതയുള്ളതല്ല. ഈ ഒരു സാഹചര്യത്തിൽ ബാറ്റിംഗ് നിരയിൽ ഇന്ത്യ ചില അഴിച്ചുപണികൾ നടത്തണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് കളിയുടെ ഗതി തിരിച്ചുവിടാൻ കെൽപ്പുള്ള ഇമ്പാക്ട് താരങ്ങളെയാണ് ഇന്ത്യക്ക് ഇപ്പോൾ ടെസ്റ്റിൽ വേണ്ടത്. അത്തരത്തിൽ ഇന്ത്യക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ പരീക്ഷിച്ചു നോക്കാവുന്ന 3 ഇമ്പാക്ട് ബാറ്റർമാർ ആരൊക്കെയാണെന്ന് നോക്കാം. ടെസ്റ്റ് ടീമിലേക്ക് ഇന്ത്യ പരിഗണിക്കേണ്ട പ്രധാന ബാറ്റർമാരിൽ ഒരാൾ സഞ്ജു സാംസൺ ആണ്. സമീപകാലത്ത് ഇന്ത്യക്ക് വേണ്ടി T20യിൽ സ്വപ്ന ഫോമിലാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒറ്റയ്ക്ക് മത്സരഗതി തിരിക്കാൻ തനിക്ക് മികവുണ്ട് എന്ന T20യിലും ഏകദിനത്തിലും സഞ്ജു തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ടെസ്റ്റിലും ഇതേ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സഞ്ജുവിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട്. ഇന്ത്യൻ ഇതിഹാസ ബാറ്റർ വീരേന്ദർ സേവാഗിനെ പോലെയുള്ള ഒരു ഇമ്പാക്ട് പ്ലെയറാണ് സഞ്ജുവെന്ന് കഴിഞ്ഞയിടയ്ക്ക് പ്രമുഖ ക്രിക്കറ്റ് പരിശീലകൻ ബിജു ജോർജ് പോലും അഭിപ്രായപ്പെട്ടിരുന്നു. ടെസ്റ്റിൽ ഇന്ത്യക്കായി കളിക്കാനുള്ള ആഗ്രഹവും കഴിഞ്ഞയിടയ്ക്ക് സഞ്ജു പങ്കുവച്ചിരുന്നു. റെഡ് ബോൾ ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ടീം മാനേജ്മെന്റ് നിർദ്ദേശം നൽകിയതായും സഞ്ജു വെളിപ്പെടുത്തുകയായിരുന്നു. ഇന്ത്യയുടെ ടെസ്റ്റ് ടീം പദ്ധതികളിൽ സഞ്ജു ഉണ്ട് എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇത്. ഭാവിയിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ സഞ്ജുവിനെ കണ്ടാൽ അത്ഭുതപ്പെടാനും ഇല്ല. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇതുവരെ 65 മത്സരങ്ങളാണ് 30-കാരനായ സഞ്ജു കളിച്ചിട്ടുള്ളത്. ഇതിൽ 39.12 ബാറ്റിംഗ് ശരാശരിയിൽ 3834 റൺസാണ് താരത്തിൻ്റെതായ സമ്പാദ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ തിലക് വർമ്മയുടെ കാര്യവും പറയാതിരിക്കാനാകില്ല. ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളാകാൻ മികവുള്ള കളിക്കാരൻ തന്നെയാണ് തിലക് വർമ്മ. 22 വയസ്സുകാരനായ തിലക് വർമ്മ പ്രായത്തെ വെല്ലുന്ന പക്വത കളിക്കളത്തിൽ പുറത്തെടുക്കുന്നുണ്ട്. ഒരു ഇമ്പാക്ട് താരമാണ് താനെന്ന് ചുരുങ്ങിയ മത്സരങ്ങൾ കൊണ്ട് തിലക് തെളിയിച്ചു കഴിഞ്ഞു. അതിവേഗം റൺസ് അടിച്ചുകൂട്ടാൻ മികവുള്ള തിലക് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ മധ്യനിരയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 18 മത്സരങ്ങളിൽ നിന്ന് 50.16 ബാറ്റിംഗ് ശരാശരിയിൽ 1204 റൺസാണ് തിലക് വർമ്മ അടിച്ചു കൂട്ടിയിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ T20 ടീം ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വീണ്ടും പരിഗണിക്കപ്പെടണമെന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ഒരു ടെസ്റ്റ് കളിച്ചിട്ടുള്ള താരത്തിന് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മോശമല്ലാത്ത റെക്കോർഡും ഉണ്ട്. 84 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നായി 42.84 ബാറ്റിംഗ് ശരാശരിയിൽ 5656 റൺസാണ് സ്കൈയുടെ സമ്പാദ്യം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കളിയുടെ ഗതി മാറ്റാൻ മികവുള്ള സ്കൈ ക്ലിക്കായാൽ ടെസ്റ്റ് ടീമിനൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന കാര്യവും ഉറപ്പാണ്.